ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ അങ്ങനെ ഇന്ന് വീണ്ടും ഒരു റിവ്യൂ വ്ളോഗായിട്ട് തന്നെയാണ് വന്നത്. എഗെയിൻ ദിസ് ഈസ് ടോട്ടലി ഡിഫറെൻറ്റ് മൈ കണ്ടൻറ്റ്. ഇന്ന് ഞാൻ വിചാരിച്ചത് സാരീൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്നാണ്. സാരി ഞാൻ കുറച്ച് ദിവസം മുന്നേ മീഷോന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷോർട്സ് കാണാൻ താല്പര്യമുള്ളവർക്ക് ഷോർട്സ് കാണാം. ഇത് ആക്ച്വലി ഞാനിപ്പോൾ ലോങ് വീഡിയോ ഞാൻ ഇടാൻ പ്ലാൻ ആക്കിയത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബ്ലൗസ് പീസ് ഇവർ ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആക്ച്വലി ഞാൻ ഷോർട്സിൽ ഇട്ടത് ഇതിൻ്റെ ഒറിജിനൽ ബ്ലൗസ് പീസ് അല്ല. അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ബ്ലൗസ് എല്ലാം ഒക്കെ ഒന്ന് കാണിച്ചിട്ട് ഒരു വ്ളോഗ് ചെയ്യാന്നുള്ളത്. സോ ഫസ്റ്റ് സാരി ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതാണ്. ഒരു ബ്ലാക്ക് സാരി. നമ്മൾ കോളേജ് ഒരു സ്റ്റുഡൻറ്റ്, അതായത് എൻ്റെ കസിൻ തന്നെയാണ്, അവളെ റെക്കമെൻഡ് ചെയ്തതാണ്. കോളേജ് സ്റ്റുഡൻസിനൊക്കെ ഒന്നും കൂടിയും താല്പര്യം ചിലപ്പം ഓരോ ഡേയ്സ് വരുമ്പം സാരീസ് ആയിരിക്കും. അങ്ങനെ അവൾ റെക്കമെൻഡ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ സാരി പർച്ചേസ് ചെയ്തതാണ്. അപ്പം ഈ സാരി ഇതാ ഒരു ബ്ലാക്കിൽ, പ്യുവർ ബ്ലാക്കിൽ വരുന്ന ജോർജറ്റിൽ വരുന്ന ഒരു ടൈപ്പ് ഓഫ് സാരിയാണ്. നല്ല ബ്ലാക്ക് എന്താ പറയുക ബ്ലൗസിൻ്റെ ഒക്കെ കൂടെ, ഞാനിത് വേറെ ചെയ്തതും ബ്ലാക്ക് ബ്ലൗസിൻ്റെ കൂടെ തന്നെയാണ്. അപ്പം ഇതാണ് കേട്ടോ, നല്ല വൈറ്റ് ഫ്ലോറൽ. ഇതിന് മുന്താണി ഭാഗം സെപ്പറേറ്റ് പ്രിൻറ്റോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നുമല്ല, ടോട്ടലി ഈ ഒരൊറ്റ പ്രിൻറ്റേ ഉള്ളൂ കേട്ടോ. ഫുള്ളായിട്ട് ഈ ഒരു ഒറ്റ പ്രിൻ്റാണ് ഉള്ളത്. കണ്ടോ, സീ ത്രൂ ആണോ എന്ന് ചോദിച്ചാൽ സീ ത്രൂ ആണ്. പക്ഷേ ബ്ലൗസ് ഇട്ടാൽ എന്താ പറയുക അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. നല്ല അടിപൊളി സാരിയാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഇട്ടിട്ടും നല്ല സൂപ്പർ കംഫർട്ടബിളാണ്. ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ്. ഇത്രയാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ. നമുക്കൊരു ബ്ലൗസ് മീൻസ്, അതായത് എനിക്ക് ഒരു ബ്ലൗസ് അടിക്കാൻ പാകത്തിനുള്ള ബ്ലൗസ് ഉണ്ട് എന്നാണ് എൻ്റെ ഉമ്മ പറഞ്ഞത്. എനിക്കങ്ങനെ അടിക്കാനൊന്നും അറിയില്ല, മീൻസ് അതായത് ബ്ലൗസൊന്നും എനിക്ക് സ്റ്റിച്ച് ചെയ്യാനൊന്നും അറിയില്ല. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് ഒന്ന് എന്താ പറയുക, അടിക്കുന്ന ആളാണ് പറഞ്ഞത് ഇത് മതിയാവും, എനിക്ക് പറ്റിയ അതായത് എൻ്റെ സൈസിൽ ഇത് ഓക്കെ ആണ് എന്നാണ് പറഞ്ഞത്. അപ്പം ഇതിന് വേറെ എന്താ പറയുക, എനിക്ക് തോന്നുന്നു ലൈനിങ് മേടിക്കേണ്ടി വരും. ഇത് സീത്രൂ ആണ്. അപ്പം ഇത് മാത്രം വെച്ചിട്ട് നമുക്ക് എന്തായാലും ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യൽ പോസിബിൾ ആവില്ല. അപ്പോൾ ഇതിനൊരു ബ്ലാക്ക് ഇത് മേടിച്ചാൽ മതി, എന്താ പറയുക ലൈനിങ് മേടിച്ചാൽ മതി. അപ്പം നമുക്ക് ഇതന്നെ ബ്ലൗസ് പീസായിട്ട് വെക്കാം. ഉണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ബ്ലാക്ക്, ഞാൻ ഷോർട്സിൽ ഇട്ടല്ലോ ആ ഒരു ടൈപ്പ് ഓഫ് ഇന്നർ ഇട്ടാലും ഇതിന് ബോറോ കാര്യങ്ങളൊന്നുമില്ല, അടിപൊളിയാണ്, നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഇടുകയാണെങ്കിൽ എൻ്റെ ഒരു റെക്കമെൻഡ് എന്താണെന്ന് വെച്ചാൽ പ്ലെയിൻ ബ്ലാക്ക് ഇടുക, വർക്കോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് പ്ലെയിൻ ബ്ലാക്ക് ഇടുന്നതായിരിക്കും ഒന്നും കൂടിയും പെർഫെക്റ്റ് ഇതിൻ്റെ കൂടെ, അതായത് ഈ ഒരു പ്രിൻറ്റഡ് സാരീൻ്റെ കൂടെ കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയുണ്ട്, നല്ല കംഫർട്ട്, നല്ല സുഖമുണ്ട് മേലിങ്ങനെ ഇട്ട് നടക്കുമ്പോൾ. കാരണം അത്രയും ഒരു ഫാബ്രിക് അത്രയും ഒരു കംഫർട്ടബിളും സോഫ്റ്റും ആയിട്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 274 മാത്രമേ ഇതിൻ്റെ റേറ്റ് ഉള്ളൂ കേട്ടോ. അത് വെച്ച് നോക്കുമ്പോൾ ഇത് അഫോർഡബിൾ ആണ്. ഇപ്പം നോർമലി എനിക്ക് തോന്നുന്ന സാരിക്കൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് കോളേജ് സ്റ്റുഡൻസ് ആണ് മേടിക്കുന്നതെങ്കിൽ വൺ ടൈം ഒക്കെ അല്ലേ നമ്മൾ ഇടും. ഇപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം, അതായത് ലോങ് ടോപ്പോ ഒക്കെ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ നമുക്ക് ഈ ഒരു സാരി യൂട്ടിലൈസ് ചെയ്യാം. അപ്പം ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഞാൻ പറഞ്ഞില്ല, 274 റുപ്പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഡെലിവറി ചാർജോ കാര്യങ്ങളൊന്നുമില്ല വിത്ത് ബ്ലൗസ്. ഓക്കെ, നെക്സ്റ്റ് സാരി വന്നിട്ട് ഇതാണ് ബ്ലൂ സാരി. ഇതും ജോർജറ്റ് തന്നെയാണ്. ഇതിൻ്റെ ബ്ലൗസ് ഞാൻ പെയർ ചെയ്തത് വൈറ്റ് കളറാണ്. ആക്ച്വലി ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്തതാണ് കേട്ടോ. ഉണ്ടോ, ഈ ഒരു കളറാണ് ഇതിൻ്റെ കൂടെ കാണുന്ന ഒരു ബ്ലൂ കളറില്ലേ, ഈ ഒരു ബ്ലൂ കളർ തന്നെയാണ് ഇതിൻ്റെ ബ്ലൗസും വന്നിട്ട്. കണ്ടോ, ഇങ്ങനെ ഒരു ചെറിയൊരു പ്രിൻ്റൊക്കെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ബ്ലൗസിന്. എനിക്ക് തോന്നുന്നത് ബ്ലൗസ് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഇതും ആ സെയിം ബ്ലാക്കിൻ്റെ അത്ര തന്നെ ഈ ഒരു ബ്ലൗസും ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പം എനിക്ക് തോന്നുന്നു ഇതിനും ലൈനിങ് മേടിച്ചിട്ട് എൻ്റെ ഒരു മീൻസ് എനിക്ക് എനിക്ക് ഈ ഒരു ബ്ലൗസ് പീസ് മതി. അപ്പം എൻ്റെ ഒരു സൈസിലുള്ള ആളാണെങ്കിൽ ഇത് ധാരാളം, ഈ ഒരു പീസ് എന്തായാലും മതി. അപ്പം പിന്നെ ബ്ലൗസ് പീസ് തരഞ്ഞിട്ട് വേറെ പോകേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ വൈറ്റ് കളർ മതിയെങ്കിൽ നമുക്ക് വൈറ്റ് കളർ ബ്ലൗസ് ഉണ്ടെങ്കിൽ അങ്ങനെ നോക്കിയിട്ട് അതിടാം. എനിക്ക് ഒന്നും കൂടി മാച്ച് എന്ന് എനിക്ക് തോന്നുന്നത് വൈറ്റ് കളറാണ്, അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് പറഞ്ഞത്.
സോ ഇതിൻ്റെ അതായത് ഇതിൻ്റെ ലേസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലേസ് ഇത് ഇങ്ങനെ വരുമ്പം ലേസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട്. നല്ല വൈറ്റ് കളറിൽ നല്ല ബ്യൂട്ടിഫുൾ ലേസൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാണുന്നുണ്ടോ? ഇത് എവിടെ വരെ ഉണ്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിഭാഗത്താണ് കേട്ടോ. അതായത് നമ്മൾ ഈ ഒരു ഫ്രണ്ട് പോർഷനിലും അതേപോലെ തന്നെ താഴെ ഭാഗത്ത് ഈ ഒരു ലേസ് കൊടുത്തിട്ടില്ല. ഫ്രണ്ട് പോർഷനിൽ മാത്രമാണ് ഈ ഒരു ലേസ് കൊടുത്തത് കേട്ടോ. ഇങ്ങനെ വരും. ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു ടോട്ടൽ സാരി ലേസ് വരുമ്പം ഇങ്ങനെയായിരിക്കും ഇത് വരിക. ഞാനിതിൻ്റെ കൂടെ വൈറ്റ് ഷാളും വൈറ്റ് ഇന്നറും ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഒരു ഫുൾ സ്ലീവ് നമ്മൾ സാധാ ഒരു ടോപ്പിൻ്റെ കൂടെ ഉള്ളിലിടുന്ന വുളൻ ടൈപ്പ് ഓഫ് ഇന്നറാണ് ഞാൻ പെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബ്ലൗസ് ഇല്ല, അടിക്കാൻ കഴിയില്ല, വേറെ ചെയ്ത ഒരുമാതിരി വൃത്തികേട് ആയിരിക്കും എന്ന് പറയുന്ന ആൾക്കാർക്കൊക്കെ അതൊരു ഓപ്ഷനാണ്. സാധാ നമ്മളെ കയ്യിൽ ടോപ്പ് ഉണ്ടെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് ടോപ്പ് എടുത്തിട്ടാലും സാരിക്ക് ഒന്നുകൂടി ഭംഗി ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് നമ്മൾ സാധാ നോർമൽ ബ്ലൗസ് ഇടുന്നതിനേക്കാൾ ഒന്നും കൂടി എനിക്ക് കംഫർട്ടബിളും ഇഷ്ടം കാണാൻ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ബ്ലൗസാണ്. സോ ഇതിൻ്റെ മുന്താണി ഭാഗം എന്ന് പറയുന്നത് അങ്ങനെ പ്രത്യേകിച്ചൊരു എന്താ പറയുക പ്രിൻറ്റോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. ഇതാണ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ മുന്താണി പോർഷൻ. ഇതിൻ്റെ മുന്താണി പോർഷനിൽ എൻഡിലും ഈ ഒരു പ്രിൻ്റ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്താ കണ്ടോ? ഇങ്ങനെയാണ് മുന്താണിൻ്റെ എല്ലാ മീൻസ് രണ്ട് സൈഡിലും. ഇതിപ്പോൾ ബാക്കിലേക്ക് വരുന്ന പോർഷൻ അല്ലേ, ബാക്കിലേക്ക് തൂങ്ങി നിൽക്കുന്ന ഭാഗം ഫുള്ളായിട്ട് ഈ വൈറ്റ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ? അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ബ്ലൂ ഒരു എനിക്ക് തോന്നുന്നു ഒരു സീ ബ്ലൂവിൽ വൈറ്റ് കളറിൽ പ്രിൻ്റാണ് വരുന്നത്. ഇതും ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അത് ചെക്കൗട്ട് ചെയ്യാം. ആൻഡ് നല്ല കംഫർട്ടബിൾ സാരിയാണ്, വെയർ ചെയ്യാനും നല്ല സുഖമുണ്ട്, കുഴപ്പമൊന്നുമില്ല. ആൻഡ് ഇതിൻ്റെ പ്രിൻ്റ് വന്നിട്ട് ഒരു ടൈപ്പ് ഓഫ് എന്താ പറയുക, കണ്ടോ? ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് പ്രിൻ്റാണ്. ഇതിന് എന്തൊരു പേരുണ്ട്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഓക്കെ, ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 273 മാത്രമേ ഉള്ളൂ. രണ്ട് സാരിക്കും സെയിം റേറ്റ് തന്നെയാണ്. ഷിപ്പിംഗ് ചാർജോ വേറെ ചാർജസോ കാര്യങ്ങളോ ഒന്നുമില്ല. ബാഗിൻ്റെ കൂടെ തന്നെ ഈ ഫാഷൻ ഐറ്റംസ്, അതായത് ഈ ഡ്രസ്സും കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു ഒപ്പീനിയൻ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് എനിക്ക്. അപ്പം വേണോ വേണ്ടേ എന്നുള്ളത് എനിക്കൊന്ന് കമൻറ്റ് ചെയ്ത് തരാം. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.